+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ വരുന്നതാണ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ്. ആ ഫിനാൻഷ്യൽ ഫംഗ്ഷൻസിലെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ PV എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ PV ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ PV ഫംഗ്ഷൻ നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം. അതായത് ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് നോക്കാം. ഈ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അനു എന്ന് പറയുന്ന വ്യക്തി 2500 രൂപ വെച്ച് ഓരോ മാസവും 8% പലിശ നിരക്കിൽ 48 മാസത്തേക്ക്, അതാണ് 4 വർഷത്തേക്ക്, 48 മാസം എങ്ങനെ കിട്ടും, 4 × 12, 48 മാസത്തേക്ക് നിക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കുക. എല്ലാ മാസവും 1-ാം തീയതിയാണ്, ബിഗിനിങ് ഓഫ് ദി മന്ത് 1-ാം തീയതിയാണ് ഈ പേയ്മെൻറ്റ് നടത്തുന്നത് എങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ എന്താണ് പ്രസൻറ്റ് വാല്യൂ എന്ന് മനസ്സിലാക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് 2500 രൂപ വെച്ച് 48 മാസം കൊടുക്കുകയാണെങ്കിൽ 2500 × 48 നമുക്ക് 1,20,000 രൂപയാണ് അനു എന്ന് പറയുന്ന വ്യക്തി 4 വർഷം കൊണ്ട് കൊടുക്കാനുള്ള തുക. അപ്പോൾ ഈ 4 വർഷം കൊണ്ട് അനുവിൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്ന പൈസയാണ് എത്രയെന്ന് പറയുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്ന 1,20,000 രൂപയെന്ന് പറയുന്നത്. ഈ 1,20,000 രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം എത്രയാണ്, അല്ലെങ്കിൽ ഈ 1,20,000 രൂപ 4 വർഷം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എത്ര രൂപ നിക്ഷേപിച്ചാൽ അന്ന് കിട്ടുന്ന അതേ തുക തന്നെ കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, PV ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 4 വർഷം കൊണ്ട് 1,20,000 രൂപ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ 1,20,000 രൂപയുടെ മൂല്യം എന്ന് അതിൻ്റെ ഇപ്പോഴത്തെ മൂല്യം എന്ന് പറയുന്നത് എത്ര രൂപയാണ്, 1,03,087 രൂപ 48 പൈസയാണ്. അപ്പോൾ ഈ 4 വർഷം കൊണ്ട് 2500 രൂപ വെച്ച് ഓരോ മാസം അടയ്ക്കുന്നതിന് പകരം 1,03,087 രൂപ 48 പൈസ ഇപ്പോൾ അടയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് 4 വർഷം കഴിഞ്ഞ് എത്ര തുകയായിരിക്കുമോ കയ്യിൽ കിട്ടുന്ന അതേ തുക തന്നെ ഇപ്പോൾ ഒരുമിച്ച് ഈ ഒരു തുക അടച്ചാൽ അനു എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടും. അപ്പോൾ അതാണ് ഈ PV ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മീനിങ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ മീനിങ്ങിലേക്ക് പോകാം. ഇവിടെ തന്നെ നമുക്ക് നോക്കാം. PV റിട്ടേൺസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് റിസൾട്ടിങ് ഫ്രം എ സീരീസ് ഓഫ് റെഗുലർ പേയ്മെൻറ്റ്. സീരീസ് ഓഫ് റെഗുലർ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2500 രൂപ വെച്ച് 48 മാസം നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മാത്രം തുക എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. ഇൻട്രസ്റ്റ് വേറെ കിട്ടും. ആ 1,20,000 പ്രസൻറ്റ് വാല്യൂ, ഇപ്പോഴത്തെ മൂല്യം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, PV എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ PVയുടെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. റേറ്റ് എൻവർ PMT FV ടൈപ്പ്. റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതിന് മന്ത്ലി റേറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ മാസവുമാണ് ഇൻട്രസ്റ്റ് അതിൻ്റെ അടയ്ക്കുന്നത്, അല്ലാതെ ഒരു വർഷം ഒരുമിച്ചുള്ള ഇൻട്രസ്റ്റ് അല്ല അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ റേറ്റ് വന്നാലും ആ റേറ്റിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു വർഷത്തിൽ 12 മാസമാണുള്ളത്. അപ്പോൾ ഒരു മാസത്തെ റേറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. എൻവർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ്, എത്ര നാളുകൊണ്ട്, എത്ര വർഷം കൊണ്ടാണ് തിരിച്ചടയ്ക്കാനുള്ളത്. നമ്മളത് മന്ത്ലിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം എല്ലാ മാസവുമാണ് തിരിച്ചടയ്ക്കുന്നത്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എല്ലാ മാസമാണ്. ഇവിടെ 4 വർഷം എന്ന് പറഞ്ഞിരിക്കുന്നു. 4 × ഒരു വർഷത്തെ 12 മാസം, 12 = 48 മാസം. അടുത്ത PMT എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഓരോ മാസവും എത്ര തുക ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ തിരിച്ചടയ്ക്കണം. ഇവിടെ ഡെപ്പോസിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ 2500 രൂപ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യണം. FV എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ആണ്. അതായത് നമ്മളിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അടച്ചാൽ ഫ്യൂച്ചറിൽ നമ്മൾക്കൊന്നും, അതായത് ഈ 4 വർഷം കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0 ആണ് വരുന്നത്. 1 എന്ന് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ്, നമ്മൾ ഓരോ മാസവും ആദ്യമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ 1 കൊടുക്കുന്നു. ഓരോ മാസവും അവസാനത്തെ ദിവസമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ അനു ഓപ്പൺഡ് എ റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം പേയിങ് ₹2,500 പെർ മന്ത് ഫോർ എ പീരീഡ് ഓഫ് 4 years വിത്ത് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 8% പെർ ആനം ആൻഡ് ദ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മന്ത്. എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് എന്താണ്, 2,500 ഓരോ മാസവും അടയ്ക്കുന്ന തുക 2,500 ആണ്. 4 years 4 വർഷത്തേക്കാണ് പേ ചെയ്യുന്നത്. അപ്പോൾ 4 × 12 48 മാസമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഒരു വർഷത്തത് 8% ആണ്.
പേയ്മെൻറ്റ് നടത്തുന്നത് ബിഗിനിങ് ഓഫ് ദി മന്തിലാണ്. ഫ്യൂച്ചർ വാല്യൂ നമ്മൾ കൃത്യമായിട്ട് അടച്ചാൽ ഫ്യൂച്ചർ വാല്യൂ 0 ആയിരിക്കും കിട്ടുന്നത്. ഫ്യൂച്ചർ നമുക്കൊന്നും അടയ്ക്കേണ്ടി വരത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. PV എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സിൻടാക്സ് വരും. ഫസ്റ്റ് റേറ്റ് കൊടുക്കണം. റേറ്റ് 8% ആണ്. 8% ആണെങ്കിൽ നമ്മൾ അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ ഏത് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിലും മന്ത്ലിയാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് കൺവേർട്ട് ടു മന്ത്ലി റേറ്റ്. ഒരു മാസത്തെ റേറ്റ് എത്രയെന്ന് അറിയുന്നതിനായിട്ടാണ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ V16 റേറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് V16/12 എന്ന് ചെയ്തത്. V16 എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ അഡ്രസ്സാണ്. അതായത് ഈ 8% എന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ Vയിലും ഇവിടെ 16ലുമാണ് വരുന്നത്. അപ്പോൾ V16/12, അടുത്തത് നമ്മൾ നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ് കൊടുത്തിരിക്കുന്നത് 48 മാസം V17ലാണ്, അടുത്ത പേ ചെയ്യാനുള്ള എമൗണ്ട് കൊടുത്തിരിക്കുന്ന PMD കൊടുത്തിരിക്കുന്നത് V18ലാണ്, ഫ്യൂച്ചർ വാല്യൂ 0 അത് കൊടുത്തിരിക്കുന്നത് V19ലാണ്, ടൈപ്പ് ബിഗിനിങ് ഓഫ് ദി മന്താണ്, അതുകൊണ്ട് 1 കൊടുക്കുന്നത്. അത് V20ലാണ് വരുന്നത്. അത്രയും ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. നമുക്ക് എത്ര രൂപ കിട്ടും? അനു 1,20,000 രൂപ 4 വർഷം കഴിഞ്ഞ് ഉണ്ടാക്കേണ്ടി വരുന്ന ആ തുകയുടെ തുല്യമായിട്ടുള്ള തുക ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1,03,087 രൂപ 48 പൈസയാണ്. ഇത് നിങ്ങൾക്ക് കൂടുതലും ചോദിക്കുന്നത് തിയറി എക്സാമിനായിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് അല്ലാതെ കാൽക്കുലേഷൻ സാധാരണ ചോദിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ സിൻടാക്സും ആ സിൻടാക്സിൽ വരുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക.